ഹലോ കൂട്ടുകാരെ, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ അടുത്തതായിട്ട് എഗ് റൈസ് ആണ് കേട്ടോ. വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നിങ്ങൾക്ക് എരിവിനുള്ള പച്ചമുളക്, കൊച്ചു പിള്ളേർക്കാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തക്കാളിയും ചെറിയ കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവ മാറണം, അതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഗരം മസാല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി മസാല ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം അതൊന്ന് നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇത് അങ്ങോട്ടൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നടുക്കായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട പൊട്ടിച്ചതിന് ശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊന്നും ഇടാതെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് വീഡിയോ മിസ്സായതാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, മസാലയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ചോറ്. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള എഗ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും എഗ്ഗ് ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലത്തുള്ളൊരു എഗ് റൈസ് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.